ഡോക്ടറെ, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം 4-5 മാസത്തോളമായി. എൻ്റെ ഡോക്ടർ എല്ലാ മാസവും സ്കാനിങ്ങിന് വരാൻ പറഞ്ഞ് ഞാൻ സ്കാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിതൊരു പ്രഗ്നൻസി ലഭിച്ചില്ല. ഡോക്ടർ ഇപ്പോൾ പറയുന്നു സർജറി ചെയ്യണമെന്ന്. പക്ഷേ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിൽ മുഴയില്ല, എൻ്റെ ഓവറിൽ സിസ്റ്റ് ഇല്ല. പക്ഷേ എന്തിനാണ് ഞാനിപ്പോൾ ഒരു സർജറിയുടെ ആവശ്യം എന്താണ്? ഇത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന വന്ധ്യത ചികിത്സ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ. പലപ്പോഴും പേഷ്യൻസ് ഒരു 5-6 മാസമായിട്ട് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്നു. നാച്ചുറലി പ്രഗ്നൻസി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് നമുക്കൊരു പ്രഗ്നൻസിയിലോട്ട് എത്തുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ പറയുന്ന ഒരു പരിശോധനയാണ് ലാപ്രോസ്കോപ്പിയും ഹിസ്ട്രോസ്കോപ്പിയും. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, നമുക്ക് യൂട്രസ്, ഓവറി, വജൈന കൃത്യമായിട്ട് കാണാൻ കഴിയും. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന യൂട്രസിൻ്റെ അകം, അതായത് നമ്മുടെ യൂട്രസിൻ്റെ ആവരണത്തിൻ്റെ അകം നമ്മൾ കാണുന്നതിനാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾ എന്തിനാണ് വന്ധ്യത അനുഭവിക്കുന്ന പേഷ്യൻസിനോട് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ സ്കാൻ എന്ന് പറയുന്നത് നമ്മളൊരു 2D ഇമേജ് അല്ല 3D ഇമേജാണ്. നമുക്ക് പ്രോപ്പറായിട്ട് ഇതിന് അകത്തുള്ള ഘടനയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള എൻഡോമെട്രിയോട്ടിക് നോഡ്യൂൾസോ അല്ലെങ്കിൽ ഓവറിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചിലപ്പോൾ പിക്കപ്പ് ചെയ്യണമെന്നില്ല. അതേപോലെ ഹിസ്ട്രോസ്കോപ്പി ചെയ്യുമ്പോഴാണ് നമുക്ക് യൂട്രസിൻ്റെ ആവരണത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുന്നത്. ആ ആവരണത്തിനകത്ത് ചെറിയ ചെറിയ പോളിപ്സ് ഉണ്ടോ, അതിൻ്റെ എത്രത്തോളം ആവരണത്തിൻ്റെ നോർമൽ ഘടന എത്രത്തോളം നോർമലാണ്, ഇതെല്ലാം നമുക്കറിയാൻ കഴിയുന്നത് കൂടുതൽ ചികിത്സയിലോട്ടാണ്. പലപ്പോഴും പഠനങ്ങൾ തന്നെ പറയാറുണ്ട്, ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പിയും കഴിഞ്ഞ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന പേഷ്യൻസിന് പ്രഗ്നൻസിയുടെ സാധ്യത വളരെയധികം കൂടാറുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും 3 മുതൽ 6 മാസം വരെ നാച്ചുറലി ട്രീറ്റ്മെൻറ്റ് എടുത്തു നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചികിത്സ പറയുന്നത്. പിന്നെ ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ട്യൂബിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ട്യൂബിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ HSG പോലുള്ള പരിശോധനകൾ, സലൈൻ ഇൻഫ്യൂഷൻ, സോണോഗ്രഫി പോലുള്ള പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. പക്ഷേ ട്യൂബിനെക്കുറിച്ച് കൃത്യമായിട്ട് ട്യൂബിന് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ് ബ്ലോക്ക് ഉള്ളത്, അതിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിച്ചാൽ അത് കൃത്യമായി ഒറ്റ രീതിയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയും, അത് ചികിത്സിക്കാനും കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രഗ്നൻസി 5-6 മാസമായിട്ട് ലഭിക്കാത്ത പേഷ്യൻസിനോട് നമ്മൾ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി പ്ലസ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അത് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് കാണാറുണ്ട്. മൈൽഡ് എൻഡോമെട്രിയോട്ടിക് നോഡ്യൂൾസ്, മൈൽഡായിട്ടുള്ള കുഴപ്പങ്ങൾ, ഇതെല്ലാം നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അതിന് കുറച്ച് ചിലവേറിയതാണെങ്കിലും നിങ്ങൾക്കത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി കഴിയുന്ന പേഷ്യൻസിന് പെട്ടെന്ന് പ്രഗ്നൻസി ലഭിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇതും വന്ധ്യതയുടെ അതൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാളും എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും. താങ്ക് യു.